അമ്മയൊക്കെ കെട്ടി ഇറക്കിയതാണ്, അമ്മയുടെ പിന്നിലൊക്കെ ആരൊക്കെ ഉണ്ട്, ഇതൊക്കെ പറയാൻ പഠിപ്പിക്കുകയാണ്, മുഖ്യമന്ത്രിക്കെതിരെ പറയാൻ പഠിപ്പിക്കുകയാണ്. കോടതിയിൽ പോകാൻ വേണ്ടി അമ്മ ഈ പൈസയൊക്കെ കൊടുത്തത് മറ്റുള്ളവരാണ്, പൈസ ഇല്ലാത്ത ആൾ എങ്ങനെ കോടതിയിൽ പോകും? ഇതിനൊക്കെ മറുപടി എന്താണ് അമ്മേ? അതാ ആ സ്വപ്നനെ പഠിപ്പിച്ചില്ല, ചരിതനെയും പഠിപ്പിച്ച പിണറായി. ആ പിണറായി എന്നാ പഠിപ്പിച്ചത്, വേറെ ആരുമല്ല. ആ വണ്ടിപ്പെരിയാറിൽ കഴിഞ്ഞ ആ കൊച്ചിൻ്റെ ആ കൊന്നവൻ ആ SFIയുടെ ആ നേതാവും കൂടി എന്നെ പഠിപ്പിച്ചത്. അല്ല, കോൺഗ്രസ്സുകാരല്ല. എനിക്ക് മുസ്ലിം ലീഗിൽ പോകാം, എനിക്ക് BJP പോകാം, RCC പോകാം. എനിക്ക് ഈ പിണറായിയുടെ കൊണ്ടകടെ അനുവാദമൊന്നും വേണ്ട, അവരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട എനിക്ക്. അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശ്രീധനല്ല ഞാൻ ചോദിച്ച ആ ഗുണ്ടോട് പറ, ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളാണ്. അവന്റെ ശ്രീധനല്ല ഞാൻ ചോദിച്ചത്, ഞങ്ങളുടെ അവകാശപ്പെട്ടതാ. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. കട്ടിലെ കടത്താരെയൊക്കെ എടുത്തോണ്ട് പോയി കട്ടിലെ കൊണ്ടുപോയി വോട്ട് ചെയ്തതേ ഇവന്റെ കുടുംബം നന്നാക്കാൻ തന്നെയല്ല. ഈ ചെക്കൻ എനിക്ക് നേരത്തെ ഇഷ്ടമല്ല. ജനങ്ങളെ കൂടെ നോക്കാൻ വേണ്ടി വോട്ട് കൊടുത്തത്. അയാളുടെ കുടുംബത്തിലെ സ്ത്രീധനം ഞങ്ങൾ ചോദിക്കുന്നില്ല. അയാളെ പോലെ തുല്യ അവകാശമുള്ളവരാ ഈ അവകാശം ചോദിക്കണം. അയാളോട് പോയി പണി നോക്കാൻ പറ. അയാൾ ആരാന്നാ? അയാൾക്കിടെ തട്ടിയിട്ടൊന്നും വേണ്ട, ഏത് പാർട്ടി വേണമെന്ന്. ഇവന്റെ കോമഡി കണ്ട പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത്. ഞാൻ നഴ്സറിയിട്ട് പോകും. ഇതെല്ലാം എൻ്റെ സൗകര്യത്തിൽപ്പെട്ട. അയാൾക്ക് ചോദിക്കാൻ അർഹതയില്ല. അയാളുടെ സർട്ടിഫിക്കറ്റും വേണ്ട, ആ പിണറായിയുടെ അനുവാദവും വേണ്ട എനിക്ക്. ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഇച്ചിരി ഇല്ലാത്ത അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പാടില്ലാത്ത വർഗമൊക്കെ അവരെ 6 വയസ്സായി 5 വയസ്സായും കൊച്ചനെ പീഡിപ്പിക്കണ പിണറായിയുടെ ഗുണ്ടകളെ CPM-കാർ നാണം കെട്ട വർത്താനം. അവർക്ക് എന്നാ പറയാൻ നാണമുണ്ടോ അവർക്ക്? ജനം കാണുന്നുണ്ട്. ഇവർക്ക് 4-5 വയസ്സായ കൊച്ചകളെ പീഡിപ്പിക്കാൻ നാണമുണ്ടോ? ആയിട്ട് ചൂട്ട് പിടിക്കണു. ആ നേതാവിന് ചൂട്ട് പിടിക്കണു. എന്ത് വൃത്തിയായിട്ടാ? പൈസ കിട്ടണം, കിട്ടിയേ പിന്നോട്ടുള്ളൂ അല്ലേ? പറയിപ്പിക്കരുത്. അല്ലാതെ ഈ വൃത്തിയായിട്ട ഭാഷയുടെ ഒന്ന് പറഞ്ഞോണ്ടല്ലോ ആണെങ്കിൽ അത് സതീശനൊന്നും അല്ല. ഞങ്ങളുടെ വായിൽ നല്ലതുകൊണ്ട് പറയാൻ. 2 കെട്ടോനെ. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? നീ ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്.